ഇമേജ് ജനറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ നിർണായകമാണ്, വീഡിയോ ജനറേഷൻ. വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ വീഡിയോ ജനറേഷൻ ടൂളുകളും പ്രവർത്തിക്കുന്നത് ക്യാമറാമാൻ ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ്. അതായത് വീഡിയോ ജനറേഷൻ ചെയ്യുമ്പോൾ ഒരു ക്യാമറാമാനെ പോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഞാൻ VO3 ഉപയോഗിച്ചാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് VO3 വാങ്ങാവുന്നതാണ്. VO3 ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ലാബ്സ് ഫ്ലോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങാം. അവിടെ കാണുന്ന ന്യൂ പ്രൊജക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: ടെക്സ്റ്റ് ടു വീഡിയോ, ഫ്രെയിംസ് ടു വീഡിയോ, ഇൻഗ്രീഡിയൻസ് ടു വീഡിയോ. ഈ 3 ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ടു വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിവിടെ ഒരു പച്ച കാറ് റോഡിൽ കൂടെ പോകുന്നത് പോലുള്ള വീഡിയോ ആണ് വേണ്ടത്. ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എനിക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എക്സ്ട്രാ എന്താ വേണ്ടതെന്ന് നമ്മൾ ആഡ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഔട്ട് നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് ഫ്രെയിം ടു വീഡിയോ. ഇവിടെ 2 ഫ്രെയിമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തത് സ്റ്റാർട്ട് ഫ്രെയിം, രണ്ടാമത്തത് എൻഡ് ഫ്രെയിം. സ്റ്റാർട്ടിങ് ഏത് ഇമേജ് തുടങ്ങണമെന്നത് സ്റ്റാർട്ട് ഫ്രെയിമിൽ കൊടുക്കാം, എൻഡിങ് എവിടെ അവസാനിക്കണമെന്നത് എൻഡ് ഫ്രെയിമിലും കൊടുക്കാം. നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ച ഇമേജുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഞാനിവിടെ എനിക്ക് വേണ്ട 2 ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഫ്രെയിമും ലാസ്റ്റ് ഫ്രെയിമും. എൻ്റെ ക്യാരക്ടർ ഫ്ലൈ ചെയ്യുന്നു എന്നതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ക്യാരക്ടർ ഫ്ലൈ. ഇവിടെ എനിക്ക് കിട്ടിയ ഔട്ട് നോക്കുക. ഞാൻ കരുതിയ പോലെ ഉള്ളൊരു പെർഫെക്റ്റ് ഔട്ടല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്, പക്ഷേ എനിക്ക് വേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. വീഡിയോ എങ്ങനെ വേണമെന്നുള്ള ഔട്ട് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഓക്കെയാണ്. കാരണം അതെനിക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് ടു വീഡിയോ എന്നതാണ്. അതായത് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ഇവിടെ അടിച്ചു കൊടുത്താൽ നല്ലൊരു വീഡിയോൻ്റെ ഔട്ട് കിട്ടും. സോ ഞാനിവിടെ ഒരു ലിപ്സ്റ്റിക്കും ഒരു പെണ്ണിനെയും ഒരു പാമ്പിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വേണ്ട ഔട്ട് എങ്ങനെയാണെന്ന് ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധിക ആനിമേഷൻ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് വേണ്ട കാര്യങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അഥവാ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ വേണമെങ്കിൽ ChatGPTയിൽ കൊണ്ടുപോയി ടൈപ്പ് ചെയ്ത് നല്ലൊരു പ്രോംപ്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണം? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല ചില വീഡിയോസ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ ആഡ് ടു സീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിലായിട്ട് സ്വിച്ച് ടു സീൻ ബിൽഡർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് എക്സ്റ്റെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് സീനിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വളരെ നല്ലൊരു ഔട്ട് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പെയ്ഡ് വേർഷൻ ആണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ ജനറേഷൻ്റെ എല്ലാ ട്രിക്കുകളും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആർട്ട് വീഡിയോസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തതെന്ന് കാണാം.